ഒരാൾ കൂടി സാക്ഷ്യം പറയാൻ വരാം. മൈക്ക് കൊടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ അവരുടെ ഭയമെല്ലാം മാറി പിന്നെ ധൈര്യമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി. യേശുവേ നന്ദി. ഞാൻ നിങ്ങൾക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. കാരണം വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ ഓരോന്ന് പറയാൻ വരുവാന്ന് ചിന്തിക്കരുത്. ഞാൻ ഇന്നലെ ബ്രദർ നമ്മളോട് പറഞ്ഞു അബ്രഹാത്തിൻ്റെ വിശ്വാസം, അതേക്കുറിച്ച് ബ്രദർ പഠിപ്പിച്ചു. മിനിഞ്ഞാന്ന് രാവിലെ ബ്രദർ പറഞ്ഞു ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി, അത് ഏശയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു. 3 മാസമായി ഞാൻ പറഞ്ഞല്ലോ 97 ഏപ്രിൽ 5-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ ഉള്ള 7 ദിവസത്തെ ബ്രദറിൻ്റെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനമാണ് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ ഡോൺ ബോസ്കോ മണ്ണുത്തി സ്കൂളിൽ വെച്ച് കൂടുന്നത്. അന്ന് ഞാനൊരു ഹൈന്ദവയായിരുന്നു. എന്നാൽ 86 വിശ്വാസത്തിൽ വന്നതാണ്. 97 വരെ നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു ഉത്തരം ഇന്ന് രാവിലെ ബ്രദർ ഇവിടെ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് പോകും. അതായിരുന്നു 86 തൊട്ട് 97 വരെയുള്ള എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും. അതുകൊണ്ട് ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാതെ ഇരിക്കില്ല ഈശോയെ അറിഞ്ഞ അന്ന് തൊട്ട്. കാരണം പരിശുദ്ധാത്മാവിനെ കിട്ടിയേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, സന്തോഷം അത്രമാത്രം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും 97 വരെ അറിയില്ലായിരുന്നു പരിശുദ്ധ ത്രിത്വൈക ദൈവം എൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു എന്ന സത്യം. ഞാനൊരു ദിവസം ഇവിടെ സൂചിപ്പിച്ചു, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പം 88 തൊട്ട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഇന്നലെ വരെ പോകാൻ സാധിച്ചു. ഇന്ന് പ്രഭാതം വരെ നമുക്ക് ബലിയർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ മാത്രം അപൂർവം പറ്റിയിട്ടില്ല. പക്ഷെ ആ ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പം ഉണ്ടാകുന്ന അനുഭവം, ആ പ്രാർത്ഥിക്കുമ്പം ആ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഈശോയെ കിട്ടാത്ത വേദന, അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് 97 വരെ. 97 വരെ. അപ്പം എൻ്റെ ആഗ്രഹം, എൻ്റെ ചിന്ത, എൻ്റെ വിശ്വാസം, എൻ്റെ അറിവ് ഇതായിരുന്നു, മാമോദീസ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈശോ എൻ്റെ ഉള്ളിലില്ലാത്തത്. എന്നാൽ പല കാരണങ്ങളാൽ മാമോദീസ ലഭിക്കാനും അത് സ്വീകരിക്കാനും പറ്റുന്നുമില്ല. അത് അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് ബ്രദറിൻ്റെ ധ്യാനം ഞാൻ കൂടുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അത് ഇതുപോലെ ഒരു ലീഡേഴ്സിന് വേണ്ടി ധ്യാനം ബുക്ക് ചെയ്തു. അത് ഭയങ്കര രസമായ സംഭവം. ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല, പക്ഷെ ചുരുക്കം ചില കാര്യങ്ങൾ പറയുക എങ്കിൽ മാത്രമാണ് ഈ വിശ്വാസത്തിൻ്റെ നങ്കൂരം അടിച്ചത് എങ്ങനെയാണ് ദൈവം എന്ന് പറയാനായിട്ട്. അത് ഇപ്പോഴാണ് വെളിപ്പെട്ട് കിട്ടിയത് എനിക്ക്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. അപ്പം ലീഡേഴ്സിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ രൂപതയിൽ ലീഡേഴ്സിന് വേണ്ടി ഒരുക്കിയ ധ്യാനം, ഈ ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് ലൂർദ് പള്ളിയിൽ, തൃശ്ശൂർ ലൂർദിൽ ഒരു കൺവെൻഷൻ നടത്തി ബ്രദർ. ആ കൺവെൻഷനിൽ എൻ്റെ ഇടവക പള്ളിയിലുള്ള എല്ലാ ലീഡേഴ്സും ഒത്തിരി പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്തു കൺവെൻഷനിൽ. അപ്പോൾ എനിക്ക് അന്ന് നന്നായി പാട്ട് പാടാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്ക് പറ്റില്ല അതുപോലെ പാടാൻ. അപ്പം എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഈ കൺവെൻഷൻ കഴിഞ്ഞ് വന്നിട്ട് ഒരു ലീഫ്ലെറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒരു പാട്ടിങ്ങനെ പാടി, കുരിശിൽ നിന്ന് ഞാൻ ആ സ്വരം കേട്ടു, ഇതാണ് നിൻ്റെ അമ്മ. ആ പാട്ട് എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പം ഞാൻ ഇവർ പറഞ്ഞു ലീഡേഴ്സിന് ഈ ബ്രദറിൻ്റെ ധ്യാനമുണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരും. അപ്പം ഇവർ പറഞ്ഞു ഹിന്ദുക്കൾക്ക് അതിൽ പ്രവേശനമില്ല, നീ ലീഡറല്ല, നിന്നെ രൂപതയിൽ നിന്ന് അംഗീകരിക്കാത്ത വ്യക്തിയാണ്. ഭയങ്കര വേദനയായി എനിക്കത്. പക്ഷെ ഞാൻ വാശി പിടിച്ച് ഇവരുടെ കൂടെ പോയി. ഇവർ 9 പേര് ബുക്ക് ചെയ്ത രജിസ്ട്രേഷൻ കടലാസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. 10ാമത് ഒരാൾ ഞാൻ അധികപ്പറ്റായിട്ട് ഇവരുടെ കൂടെ ചെന്നു. ഇവർ ആ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ ഗേറ്റ് കടക്കുവോളം എന്നെ വഴക്ക് പറഞ്ഞു. അവിടെ 500 പേർക്ക് ഒരുക്കിയ ധ്യാനത്തിന് 2000-ത്തിലധികം പേരാണ് ആ വിശുദ്ധീകരണ ധ്യാനം കൂടാനായിട്ട് അന്ന് ചെന്നിട്ടുണ്ടായത്. രാവിലെ 10 മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ ധ്യാനം ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇരിക്കാനും സ്കൂൾ റൂമിൽ എടുക്കാനുമുള്ള സംവിധാനം ഉണ്ടായുള്ളൂ. പക്ഷെ ഇത്രയും ജനം വന്നപ്പോൾ അവിടെ ഇവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പന്തലിടാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് റെഡിമെയ്ഡ് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി
കുറച്ച് സമയം അധികം എടുക്കേണ്ടി വന്നപ്പോൾ ധ്യാനം 5 മണിക്കേ തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ ഒരു തരത്തിലും അടുപ്പിക്കുന്നില്ല, ഇവർക്ക് വഴക്ക് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ട, ഞാൻ അവിടെ ചെല്ലുമ്പം ദൈവം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ ഇവരെന്നെ വഴക്ക് പറഞ്ഞ് സഹിക്കാൻ പറ്റാതെ ഞാൻ അവിടെ കഴുകുകളെല്ലാം മുറിച്ചിട്ടിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ട് ഓടിപ്പോ ഒരു വാഴക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ ചെന്നിരുന്ന് ഞാനിങ്ങനെ ഏങ്ങി കരഞ്ഞു. എനിക്കൊന്നും അറിയില്ല മാതാവേ, നീ എന്നെ പഠിപ്പിക്കണം. വലിയൊരു വചനപ്രഘോഷണം വരുന്നത്, വലിയ കാര്യങ്ങൾ ഈശോയെ കുറിച്ചുള്ളത് പറയുന്നതെന്നും ഇവർ പറയുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ല അമ്മേ, എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. ഞാൻ അന്ന് ആ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, ഉണ്ണിയെ മടിയിലിരുത്തി അമ്മയാണ് സകലതും പഠിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ അമ്മ എന്നെ മടിയിൽ എടുത്തു വെക്കണം. അമ്മയുടെ ഉണ്ണിയെ പിടിച്ചതുപോലെ എന്നെ പിടിച്ച് ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ എനിക്ക് പറഞ്ഞു തരണം. എനിക്കൊരു സീറ്റ് ഒരുക്കി തരണേ എന്ന് പറഞ്ഞ കരയുന്ന എൻ്റെ ഏങ്ങല് അന്ന് ബെന്നി അച്ഛൻ എന്ന് പറയുന്ന ഒരു കപ്പുച്ചൻ ഫാദറാണ് ആ ധ്യാനം ഒരുക്കിയത്. ആ അച്ഛൻ കരച്ചിൽ കേട്ടിട്ട് വാഴയുടെ ഇടയിൽ നോക്കിയപ്പോൾ ഞാനിരുന്ന് കരയുക. അപ്പൊ എന്താ മോളെ, എന്തിനാ കരയണേ? ഞാൻ ചുരുക്കം എൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അയ്യോ നിന്നെ എടുക്കില്ല എന്ന് ആരാ പറഞ്ഞേ, പൈസ ഉണ്ടോ കയ്യിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ 350 രൂപയുണ്ട്, 300 രൂപയാണ് ഫീസ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ പൈസ ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് പൈസ മേടിച്ച് ഇവര് രജിസ്റ്റർ ചെയ്ത് അച്ഛൻ പറഞ്ഞു, ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാം. അച്ഛൻ പോയി ബാഡ്ജ് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇട്ട പന്തലിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ചെയർ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോ, ആര് വന്ന് പറഞ്ഞാലും എഴുന്നേൽക്കണ്ട, ബെന്നീച്ചൻ പറഞ്ഞതാണെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യക്തിയായിട്ട് ഞാൻ അന്ന് അവിടെ ചെന്നിരുന്നു. 5 മണിയായപ്പോൾ ധ്യാനം തുടങ്ങി. ഈ ധ്യാനം തുടങ്ങുവോളം എൻ്റെ ഉള്ളിലുള്ള സങ്കടം, എൻ്റെ ഉള്ളിൽ കർത്താവില്ല. കർത്താവിനെ എങ്ങനെയെങ്കിലും വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തണം. അതിനാണ് ഈ ധ്യാനം. പക്ഷെ ധ്യാനം തുടങ്ങിയ ആദ്യത്തെ ദിവസം 5 മണിക്ക് നമ്മൾ ഇന്ന് എത്രയോ മനോഹരമായിട്ടാണ് ഈ പേഴ്സണൽ പ്രയറിന്റെ ലീഫ്ലെറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. അന്ന് ബ്രദറെ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നത് ബോർഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ഇങ്ങനെ വരച്ചു, ത്രിത്വൈക ദൈവം, മനസ്സാക്ഷി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആന്തരിക ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞ് വരച്ചിട്ട് നമ്മളോട് പറഞ്ഞു നോട്ട് ബുക്കിൽ അതൊക്കെ ഒന്ന് വരച്ചെടുത്തോളാൻ. അങ്ങനെ ആദ്യത്തെ ദിവസം അത് വരച്ച് ഞങ്ങൾ എടുത്തു. രണ്ടാമത്തെ ദിവസം രാവിലെ ഷൈനി, ബാബു, ഇവര് 2 പേരാണ് ഇവരുടെ ഗ്രൂപ്പ്. ഇവര് 4 പേരാണ്. ഷൈനി ഉണ്ട്, ബാബു ഉണ്ട്, ബ്രദർ ഉണ്ട്, മരിയേച്ചി ഉണ്ട്. മരിയേച്ചിയെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഈ ഷൈനി വന്ന് പേഴ്സൺ പ്രയർ ഇന്ന് ജയിൻ തുടങ്ങുന്നത് പോലെ പേഴ്സൺ പ്രയർ ഇങ്ങനെ തുടങ്ങി. ഇത് തുടങ്ങിയപ്പം ഉള്ളിലുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ ഉള്ളിലാണോ ദൈവം ഉള്ളത്? പക്ഷെ ഞാൻ ആ കസേരയിൽ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ദൈവമേ, എല്ലാവരും ധ്യാനം കൂടുമ്പോൾ സ്വർഗം കണ്ടിട്ടുണ്ടെന്നും സ്വർഗത്തിൽ നീ ഇരിക്കുന്നതും കയറിപ്പോകുന്ന മാലാകമാരെ, ഇറങ്ങിപ്പോരുന്ന മാലാകമാരെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു പല ഡിവൈനിൽ ധ്യാനം കൂടിയപ്പോൾ. പക്ഷേ കർത്താവെ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരണേ, അവിടെ നീ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ സഹോദരങ്ങളെ, രണ്ടാമത്തെ ദിവസം ബ്രദർ വന്ന് വചനപ്രഘോഷണം തുടങ്ങിയപ്പം ബ്രദറ് സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്ന കഥയും അവളെ യേശുക്രിസ്തു കിണറ്റിക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആ സംഭവം അങ്ങ് വിശദീകരിച്ചിട്ട് ബ്രദർ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നാനാജാതി മതസ്ഥരുടെ ഉള്ളിലും യേശുക്രിസ്തു വഴി ജീവിക്കുന്നു. ഇത് പറയുകയല്ല, ഈ വചനം 4-ാം അധ്യായം പറഞ്ഞ് വിവർത്തിക്കുകയും ചെയ്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേട്ട് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, നീ ചോദിച്ച സ്വർഗം എവിടെയാണെന്നല്ലേ? നിന്റെ ഉള്ളിൽ തന്നെയാണ് സ്വർഗം. എവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നല്ലേ നീ ചോദിച്ചത്? നിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മുതൽ എനിക്ക് പേഴ്സൺ പ്രയർ ഭയങ്കര അനുഭവമായി തുടങ്ങി. അങ്ങനെ ഞാൻ ആ 7 ദിവസവും എൻ്റെ ഉള്ളിലാണ് ഈശോ എന്ന ശബ്ദം ഞാൻ കേട്ടപ്പം ഞാൻ വാശിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും വേണ്ട, എൻ്റെ ഉള്ളിലുള്ള നിന്നെ കണ്ടതേ മതിയാകൂ. എൻ്റെ കണ്ണു തുറന്ന് എനിക്ക് നിന്നെ കാണണം കർത്താവേ. എൻ്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്ന് തൊടണം. ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്, അതിനെനിക്ക് ഉത്തരം കിട്ടുകയും വേണം.
ഇത് വാശിയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ ആഴമായ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോയി. ഒരു മനുഷ്യന് അത്രയും ആന്തരിക വിശുദ്ധീകരണം ഒരു ധ്യാനത്തിൽ വെച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ദൈവം എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ 6 മാസം പ്രായമുള്ളപ്പോൾ കെടുക്കുന്ന രൂപം എനിക്ക് കാണിച്ചു തന്നു. അതിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു വന്ന് എന്നെ ശുദ്ധീകരിക്കുന്നത് എനിക്ക് ദൈവം കാണിച്ചു തന്നു. ആ സമയം എൻ്റെ ബോഡി കനം കുറയുകയും ഞാനൊരു അപ്പൂപ്പൻ താടി പോലെ ആകുന്ന ഒരു അനുഭവം കിട്ടി. ആ ധ്യാനം കഴിഞ്ഞ് 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി വൈകുന്നേരം വരെ ധ്യാനം ഉണ്ടായി. 13-ാം തീയതി രാവിലെ 12-ാം തീയതി വൈകുന്നേരം കഴിഞ്ഞ് 13-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. വൈകുന്നേരം ആയപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞാൻ ചിന്തിച്ചു കുറച്ചു നേരം പ്രാർത്ഥിച്ചേക്കാം, പേഴ്സൺ പ്രയർ വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പുസ്തകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഉള്ളിലങ്ങ് പതിഞ്ഞുപോയി. ഇപ്പം ഞാൻ 9 മണിക്ക് എൻ്റെ ബെഡിലിരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഈ പേഴ്സൺ പ്രയർ ആരംഭിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആന്തരിക വിശുദ്ധീകരണ മേഖല ബ്രദർ പഠിപ്പിച്ചതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എങ്ങോട്ടോ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അതോടൊപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന കയറി വരിക. ദൈവമേ, നിന്റെ ജ്ഞാനമാകുന്ന അഞ്ജനം എൻ്റെ കണ്ണുകളിൽ പൂശണമേ, എൻ്റെ ആന്തരിക നയനങ്ങൾ എനിക്ക് തുറന്നു തരണമേ. ഇത് പറഞ്ഞ പാടെ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലൂടെ എന്തോ ഒന്ന് മുറിക്കപ്പെട്ടു. അത് മുറിച്ചതും എൻ്റെ അടച്ച കണ്ണ് തുറന്നിങ്ങനെ ചലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് ഭയം വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്നോട് കർത്താവ് എൻ്റെ കയ്യിലിങ്ങനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണിത്. എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു, എൻ്റെ കുഞ്ഞേ എന്നൊരു വിളി വിളിച്ചു. അപ്പം ഞാനങ്ങ് പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം പൊങ്ങി കഴിഞ്ഞപ്പം കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുക. ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പം ഞാൻ എൻ്റെ 2 കണ്ണുകൾ ചെന്ന് തറയ്ക്കുന്നത് ജ്വലിക്കുന്ന 2 കണ്ണുകൾ, ഒരു മൂക്കും ഇത്രയും കവിള്, പിന്നെ വെളുത്ത തുടുത്ത വെളുവിളാന്നുള്ള മുടിയും താടിയും. ഇതാണ് കാണുന്നത്. ഈ 2 കൈയും എൻ്റെ തലയ്ക്ക് മീതെയുണ്ട്. ഈ കൈ ഇങ്ങനെ വെച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ നോക്കിയ ജ്വലിക്കുന്ന കണ്ണിലേക്ക് എൻ്റെ കണ്ണങ്ങ് ചെന്ന് പതിച്ചപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് പേടിയാവുന്നു, ആരാണിത്? ഇപ്പോഴെന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണത്. നീ വിശ്വാസം എന്ന ദാനം ചോദിച്ചു മേടിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം വിശ്വാസികളുടെ പിതാവേ, ദാനം, വിശ്വാസം എന്ന മഹാദാനം നീ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതപ്പം ആ ദൃശ്യം അങ്ങ് മാഞ്ഞുപോയി. പിന്നെ കർത്താവ് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇതാ എന്റെ വിജയകരമായ വലത് കരത്തിൽ ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയും അതിനപ്പുറത്തേക്കും ഞാൻ നിന്നെ കൊണ്ടുപോകും. ഞാൻ നിന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിപ്പിക്കും. നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. നിനക്ക് ഞാൻ നൽകുന്ന സ്നേഹം പങ്കുവെക്കാൻ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും ലക്ഷങ്ങളുടെയും മധ്യേ ഞാൻ നിന്നെ കയറ്റി നിർത്തും. ഞാൻ നിന്നിലൂടെ എന്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും, എങ്കിലും ആ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. സമുദ്രത്തിന്റെ അടിയിലൂടെ നീ കടന്നു പോകും, എങ്കിലും ആ ജലം നിന്റെ തല കവിഞ്ഞൊഴുകില്ല. നിനക്ക് സർപ്പങ്ങളെയും തേളുകളെയും പുറത്ത് ചവിട്ടി നടക്കേണ്ടി വരും, എങ്കിലും അവ നിന്നെ കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. എന്തെന്നാൽ എന്റെ വിജയകരമായ വലത് കരത്തിലാണ് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നത്. നിനക്ക് തുണയായി എന്നും എന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴ് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ബ്രദർ പലപ്പോഴായി നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവാകുന്ന മണവാളനോട് അറിയാതെ പറഞ്ഞു, ഇതാ കർത്താവേ, നിന്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുക എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു, നന്ദി പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കുമെന്ന്. ഞാൻ നോക്കിയപ്പോൾ സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. 9 മണിക്ക് ഞാൻ പ്രാർത്ഥന തുടങ്ങിയതാ, 4:30 കഴിഞ്ഞു. അപ്പോഴും ഞാൻ കിടന്നു. പെട്ടെന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ കർത്താവ് പറഞ്ഞ വചനങ്ങൾ പടിയായി ഉയർത്തുകയായിരുന്നു. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ആ അബ്രഹാത്തിന്റെ വിശ്വാസം നീ ധാരാളമായി ചോദിക്കുക. വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തോട് നീ ചോദിച്ചു മേടിക്കുക എന്ന് പറഞ്ഞ ആ വചനം, കർത്താവിന്റെ അതിരത്തിൽ നിന്ന് കേട്ട വചനം ഇന്ന് ഇതരയുമായി
വചനത്തിലൂടെ കേൾക്കാനായി സാധിച്ചത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ടാമത് ബ്രദർ പറഞ്ഞു, രണ്ടാമത് അവിടുത്തെ ഏശയ്യായുടെ പുസ്തകം ഞാൻ 3 മാസമായിട്ട് ഞാൻ അന്ന് തൊട്ട് പേഴ്സൺ പ്രയർ അധികം നിർത്തിയിട്ടില്ല. നിർത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനൊരു തുണി മേടിക്കണമെങ്കിൽ അതുപോലും എനിക്ക് ഈശോ പറഞ്ഞു തരും. എവിടെ നിന്ന് കിട്ടും, എത്ര പൈസക്ക് കിട്ടും, അത് കർത്താവ് പറഞ്ഞു തരും. എന്നെ അറിയുന്ന ചിലരൊക്കെ ഇതിനകത്തുണ്ട്, എൻ്റെ അനുഭവങ്ങൾ കൃത്യമായിട്ട് അറിയുന്നവര്. അപ്പം അങ്ങനെ ഞാൻ ഈ പ്രയർ നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം കർത്താവ് കൃത്യമായി പറഞ്ഞു തരും. 97 കൗൺസിലിംഗ് എന്ന പരിപാടി ഞാൻ നിർത്തിയതാ. ആരുടെ അടുത്ത് ഒരു ഉപദേശം ചോദിക്കാൻ ചെല്ലാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയാൽ ജയിലിൻ്റെ അടുത്ത് മരിയച്ചിൻ്റെ അടുത്ത് ഓടി വരും. വല്ലപ്പോഴൊക്കെ വരികയുള്ളൂ, ഒരു കൊല്ലത്തിലൊരിക്കൊക്കെ വരും. പക്ഷെ വന്ന ഒരാറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യം പറയും. അപ്പൊ ജയിലൊക്കെ അന്ന് കുഞ്ഞുങ്ങളാ. അപ്പൊ ജയിൽ പറയും, ചേച്ചി ഇത് ബ്രദർ കേൾക്കരുത് കേട്ടോ, ബ്രദർ ഞങ്ങളോട് ഇതൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. പക്ഷെ ചേച്ചി ഇതെല്ലാം പ്രാർത്ഥിച്ച് മേടിച്ച് ഇവിടെ വന്നിട്ട് പറയുമ്പോൾ ബ്രദർ ഞങ്ങളെന്നെ ഇനി കൂടുതൽ ഇരുത്തി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞേക്കല്ലേ. കുഞ്ഞായ ജയിൻ എന്നോട് പറയും. അപ്പൊ ഞാൻ പറയില്ലേ കൊച്ചേ, ഞാൻ പറയില്ല. അപ്പൊ ജയിൻ എന്നോട് പറയും, ആ ജ്ഞാനം വേണം. പക്ഷെ ഇപ്പോഴാണ് ആ ജ്ഞാനത്തെ കുറിച്ചുള്ള വലിയ പ്രബോധനം ദൈവം തന്നത്. എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ദൈവത്തിന്റെ മുൻകാലങ്ങളിൽ തന്നെ ദൈവം ഇതിനു വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നുവെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4 മാസമായിട്ട് എപ്പോ കണ്ണടച്ചാലും, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നാലും, ദൈവസ്വരം കേൾക്കാതിരുന്നാലും, ഞാൻ എപ്പോഴും കേൾക്കുക എൻ്റെ ചെവിയിലിങ്ങനെ മുഴങ്ങും, ഏശയ്യ ഏശയ്യ. പക്ഷെ ഞാൻ അപ്പൊ ഏശയ്യയുടെ പുസ്തകം എടുത്ത് വായിക്കും. പക്ഷെ എത്ര വായിച്ചാലും ചിലത് മനസ്സിലാകും. പിന്നെ ഏശയ്യയുടെ പുസ്തകത്തിൽ കുറെ വചനങ്ങളൊക്കെ നമുക്ക് അറിയാം. എനിക്ക് എന്താ അങ്ങനെ പറയണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത സെക്കൻഡിൽ പറയും സങ്കീർത്തനം 7. അത് നോക്കുമ്പോ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധമെന്നോ ഇതിനകത്ത് എന്ത് രഹസ്യം ഇരിക്കണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്നാണ് ബ്രദർ പറയുന്നത് ഏശയ്യയുടെ പുസ്തകവും ദൈവത്തിന്റെ നീതിയും തമ്മിലുള്ള, ദൈവത്തിന്റെ ജ്ഞാനവും തമ്മിലുള്ള വലിയ ബന്ധത്തെ കുറിച്ച് ബ്രദർ അത് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ഉള്ളിൽ ഒരു അമുട്ട് പൊട്ടണ പോലെ തോന്നി. ഞാൻ ഓടി വന്ന് ബ്രദറിന്റെ കാക്കിൽ വീണോട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു ബ്രദർ. ഞാൻ ഓടി വന്ന് ബ്രദറിനോട് പറഞ്ഞു, എന്താ ഇത് കഥ, എന്നെ വെറുതെ വിടില്ലേ, എന്തൊക്കെയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ 3 മാസമായിട്ട് എന്താ ഈ ഏശയ്യയെ കുറിച്ച് പറയണമെന്ന് എനിക്ക് അറിയണില്ല, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ചത്. രണ്ടാമത് വീണ്ടും കർത്താവ് ബ്രദർ പറഞ്ഞു, യെശയ്യാ 59 ഞാൻ നിങ്ങളുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, നിങ്ങൾക്ക് നൽകിയ ആത്മാവിനെയും നിങ്ങളുടെ അതരത്തിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും എടുത്തു മാറ്റുകയില്ല. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങൾ ഞാൻ പറയുന്നത് വലിയ അഭിമാനത്തോടു കൂടിയാ. കാരണം ഞാൻ എൻ്റെ മൂത്ത മകൾക്ക്, എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്, 2 പെണ്ണും 1 ആണും. പിന്നെ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് 2 വയസ്സും അതിൻ്റെ ചെറുതിന് 28 ദിവസം പ്രായമാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പിന്നീട് പ്രാർത്ഥനയിലൂടെ കിട്ടിയതാണ് ഒരു മോനെ കൂടെ. അങ്ങനെ 3 മക്കള്. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പം അന്ന് തൊട്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഉള്ളിൽ ഒരു അഗ്നിയാണ്. സകല അക്രൈസ്തവരെ അറിയിക്കാൻ ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കള്, എന്നെ സ്നേഹിക്കുന്നവര് വളരെ സ്നേഹത്തോടെ എന്നെ പറഞ്ഞു, മോളെ നീ അടങ്ങിയിരിക്കെ, ഈ പെൺകുട്ടികളുടെ ഭാവി കളയണ്ട, നിന്റെ ഈ വിശ്വാസം കൊണ്ടൊന്നും ഒരു ക്രിസ്ത്യാനികളും നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല. പിന്നെ നീ ഇങ്ങനെ നടന്നാല് ഒരു ഹിന്ദുക്കളും വരില്ല കേട്ടോ, ഈ കുട്ടികൾ വീട്ടിൽ നിൽപ്പാവും. പക്ഷെ ഞാൻ അന്ന് അവരോട് പറയാറുണ്ട്, എനിക്ക് ദൈവം തന്ന മക്കളാ, ദൈവത്തിന്റെ കാര്യം അത് ദൈവം നോക്കും. പക്ഷെ ഇതിന്റെ പേരിൽ ഒന്നും ചഞ്ചലപ്പെടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. പക്ഷെ സഹോദരങ്ങളെ, ഞാൻ മാമോദിസ കഴിയുന്നവർ, അപ്പം എന്നെ അറിയുന്ന എൻ്റെ ഇടവക അച്ഛന്മാരെ മാമോദിസയെ കുറിച്ച് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരെന്നോട് പറയും, മക്കൾക്ക് പ്രായപൂർത്തിയായിട്ട് അവര് ആവശ്യപ്പെടട്ടെ, നിന്റെ വിശ്വാസം പ്രാർത്ഥനയും ഭക്തിയൊക്കെ കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നട്ടെ ഇത് നല്ലതാണെന്ന്, എന്നാ മാത്രം ചെയ്താൽ മതി. ഞാൻ അത് അനുസരിച്ചു, ഇടവക അച്ഛന്മാരെ അനുസരിച്ച് മുന്നോട്ട് പോയി. പക്ഷെ എൻ്റെ മോൾക്ക് 18 വയസ്സായപ്പോൾ പ്രീ ഡിഗ്രി ലാസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞ് അവൾ എൻ്റെ വീട്ടിൽ വന്ന്, ഹോസ്റ്റലിലായിരുന്നു, അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ വൈകുന്നേരം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അമ്മേ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചതാ. അപ്പൊ ഇവള് പറഞ്ഞു, എന്നെ കെട്ടിക്കുകയാണെങ്കിൽ പള്ളിയിൽ വെച്ച് കെട്ടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാനോ ഒന്നും ആവശ്യമില്ല.
പള്ളിയിൽ പോകും, കൊന്ത ചെല്ലും, ഞങ്ങളുടെ കൂടെ വചനം വായിക്കും, ക്രിസ്ത്യൻ ധ്യാനം കൂടും, എല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഓരോ സമയത്ത് ഇവരിങ്ങനെ പടിപടിയായി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അവരെ അടിച്ചേൽപ്പിക്കുകയോ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ കെട്ടിയൻ പറഞ്ഞു, മോളെ മാമോദീസ മുങ്ങണം, പള്ളിയിൽ വെച്ച് കെട്ടണമെങ്കിൽ. രണ്ടാമത് നമ്മൾ അങ്ങനെ മുങ്ങിയാൽ തന്നെ ക്രിസ്ത്യാനികളായിട്ട് ആരെങ്കിലും നമ്മളെ കെട്ടുവോ? അപ്പൊ ഇവിടെ പറഞ്ഞു, അച്ഛേ മാമോദീസ മുങ്ങിയിട്ട് നമ്മളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, എങ്കിലും നമുക്ക് എത്രയും വേഗം മാമോദീസ സ്വീകരിക്കാം. കാരണം കുർബാന കിട്ടാതെ നമ്മളിങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ അവൻ പറഞ്ഞു, ശരിയാ, മാമോദീസ മുങ്ങുകയാണെങ്കിൽ എനിക്ക് അൾത്താരവാലനായിട്ട് കയറാലോ. അപ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇതൊരു തീഷ്ണതയോടെ ജ്വലിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കർത്താവ് അവന്റെ വചനം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. അങ്ങനെ പരകലച്ഛൻ്റെ അടുത്ത് വന്നപ്പം അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോഴൊന്നും മാമോദീസ സ്വീകരിക്കണ്ട, ഞാൻ പറയാം. അങ്ങനെ ഒരു ദിവസം 2000 ആണ്ടില് ഏപ്രിൽ 14-ാം തീയതി അച്ഛന് സന്ദേശം കിട്ടി. അച്ഛൻ തന്നെ പറഞ്ഞു, ഗീതാസത്യന്റെ മാമോദീസ ഡിവൈനിൽ അവൾ ആവശ്യപ്പെടുന്ന ചാപ്പലിൽ വെച്ച് അവൾക്കും കുഞ്ഞുങ്ങൾക്കും ദുഃഖശനിയാഴ്ച 11:45 മാമോദീസ കൊടുക്കണമെന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ ഞങ്ങൾക്ക് മാമോദീസ കിട്ടി. മാമോദീസ കിട്ടുമ്പോഴും ഇവരുടെ ഭാവിയെ കുറിച്ചോ ഇവര് നാളെ എന്തായിത്തീരുമെന്നോ ഒരു ഉത്കണ്ഠയില്ല. പക്ഷെ 2000 ആണ്ടില് മാമോദീസ സ്വീകരിച്ചു. മാമോദീസ കഴിഞ്ഞതോടെ പിറ്റത്തെ വർഷം ആദ്യത്തെ മാസം എന്റെ മകളെ കത്തോലിക്ക കുടുംബത്തിലേക്ക് തന്നെ കർത്താവ് വിവാഹം എന്ന കുദാശയ്ക്ക് ഒരുക്കി അവൾ വിവാഹം കഴിച്ചു വിട്ടു. രണ്ടാമത്തെ മകളെ കർത്താവ് ആ വിശ്വാസത്തിൽ തന്നെ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക്, അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ഉള്ള വീടുകളിലേക്ക് എന്റെ 2 മക്കളെയും കർത്താവ് വഴി ഒരുക്കി അവരെ വിവാഹം കഴിച്ചു വിട്ടു. ഇവിടെ ഞാൻ ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തില് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയും അതിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയുക, ദൈവം പറഞ്ഞ വചനം നമ്മളുമായി ചെയ്യുന്ന ഉടമ്പടി അതിനൊരു മാറ്റം ഉണ്ടാകില്ല. കാരണം നാം കർത്താവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതം വെച്ചു കൊടുത്താല് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞ അബ്രഹാത്തിന്റെ വിശ്വാസത്തോട് നമ്മുടെ ചെറിയ ജീവിതം ചേർത്ത് വെച്ച് ആ വിശ്വാസം ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ നമ്മുടെ മനസ്സുകളില്, നമ്മുടെ ആത്മാവില് എബ്രായർ 6:12-19 പറഞ്ഞതുപോലെ അവന്റെ വിശ്വാസത്തിന്റെ നങ്കൂരം അവൻ കുറ്റിയടിച്ചുറപ്പിച്ചത് സത്യമാണെന്ന് എനിക്കിപ്പോ പറയാൻ വലിയ അഭിമാനമുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളും വിവാഹം കഴിഞ്ഞു പോയി, അവർക്ക് മക്കളുണ്ടായി. എനിക്ക് 4 പേരക്കുട്ടികളുണ്ട്. അതില് ഇപ്പം ഈ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് എന്റെ മൂത്ത ആൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവര് ബാംഗ്ലൂരാണ് ജീവിക്കുന്നത്. ഇവര് അങ്ങോട്ട് പോകുമ്പോ എന്റെ മനസ്സിൽ ഭയങ്കര ദുഃഖമായിരുന്നു. കാരണം ദൈവമേ, ഇവരവിടെ പോയി ജോലിയും ഭാരവും പ്രശ്നമൊക്കെ ആകുമ്പോൾ ഈ വിശ്വാസമൊക്കെ ഇവരുടെ പോകും. ഇവരൊന്നും ഇനി അധികം പ്രാർത്ഥിക്കാൻ പോണില്ല. അപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ തന്നെ കാത്തേക്കണേ, നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അങ്ങനെ വിട്ടു. പക്ഷെ എന്റെ മൂത്ത മോൾക്ക് 3 വയസ്സായൊരു കൊച്ചുണ്ട്. ഈ കൊച്ച് ഇപ്പോഴും പ്രത്യേകതരം വിശ്വാസത്തിന്റെ ഉടമയായി തീർന്നേക്കുക. അത് ഞാൻ പറയാം, അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്നും വിട്ടുപോകില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഉടമ്പടിയുടെ വചനം എന്റെ കുടുംബത്തിലും ജീവിതത്തിലും നിറവേറിയത് ഈ ബ്രദർ നഗരത്തിലൂടെ കേട്ടപ്പം ആ സന്തോഷം കൊണ്ടെന്ന് പറയുക, അല്ലാതെ ഇത് വെളിപ്പെടുത്താനൊന്നുമല്ല. ആ കുഞ്ഞ് 7 മണിയാകുമ്പം മുട്ടുകൂത്തി നിന്ന് അപ്പനെയും അമ്മേനെയും 2 ചേട്ടനെയും ചേച്ചിനെയും വിളിച്ച് നിർബന്ധിച്ച് കുരിശു വരയ്ക്കാൻ നിർത്തും. അല്ലെങ്കിൽ അവൻ വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആ കുരിശുവര കഴിയുമ്പം അവൻ എഴുന്നേറ്റ് നിന്ന് ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തോണ്ട് ഇവനിങ്ങനെ ഉയർത്തി പിടിച്ചോണ്ട് പറയും, ഇത് എന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുവിൻ, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് ഇവൻ നുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് ഈ അപ്പനും അമ്മയ്ക്കും ഇങ്ങനെ നുള്ളി കൊടുക്കുമ്പോ അവള് പറയുന്നത് ഇങ്ങനെ മേടിക്കാൻ അവൻ സമ്മതിക്കില്ല. മുട്ടുകുത്തി നിന്ന് 2 കൈയിൽ ഇങ്ങനെ കുർബാന സ്വീകരിക്കുന്ന പോലെ അത് സ്വീകരിക്കണമെന്ന്. അത് ഒരു ഭാഗം. രണ്ടാമത്, എപ്പോഴും അവന്റെ കയ്യിൽ ഒരു കുരിശുരൂപമുണ്ട്. അത് മുത്തി കുരിശിന്റെ ഒരു കൈ ഒടിഞ്ഞു പോയി. എന്നാലും ആ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിശിന്റെ വഴി ഫുള്ള് ഈ കൊച്ചു പറയും. കർത്താവിന്റെ പീഡാസഹനം മുഴുവനും അവൻ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങും. അതുപോലെ തന്നെ ഏതെങ്കിലും മുറിയിൽ ഒരു മൂലയിൽ ചെന്നിരുന്ന ഒരു ഷോൾ എടുത്ത് ഇങ്ങനെ കെട്ടി അവൻ ഉറക്കെ പ്രസംഗിക്കുക ദൈവവചനം. ഇവൻ പറയണത് രക്ഷിക്കും, കർത്താവ് രക്ഷിക്കും, ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങളെ ദൈവം സഹായിക്കും. ഇങ്ങനെ പ്രസംഗിക്കുക കൊച്ച്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത് ഒരു ദിവസം എങ്ങാനും കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ കൊച്ച് കയറി നിന്ന് കുർബാനയുടെ
ചെന്ന വീടുകളിലൊക്കെ ചെന്നിട്ട് അവരോട് പറഞ്ഞത് ഇങ്ങനെയാ, വിഷമിക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്, ദൈവം സഹായിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട. ഇതാണ് ഇവ പറയണേ. അപ്പൊ പിന്നീടാണ് അറിയുന്നത് ആ കുടുംബത്തിലുള്ളവര് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായിരിക്കും. കാരണം മിക്സഡ് വിവാഹം നടന്നവര്, അങ്ങനെ ഏതെങ്കിലും തരത്തില് ഒരു ക്രിസ്തീയ ബന്ധമുള്ള കുടുംബങ്ങളിലായി കുറച്ച് ചെന്നേക്കണേ. അപ്പൊ അവര് പറയാ, സിമീനെ വിളിച്ച്, സിമീന്റെ മോളുടെ പേര്, സിമീനെ എടുത്ത് വന്നിട്ട് പറയാ, സിമി നിന്റെ കൊച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ അത് തമാശയായിട്ട് എടുക്കണ്ട കേട്ടോ, ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. കൊച്ചു പറഞ്ഞപ്പോ തൊട്ട് എന്റെ മനസ്സിൽ എന്തോ ഒരു എരിച്ചില്, ഞാനിപ്പോ കൊന്തയെല്ലാം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. കർത്താവ് പറഞ്ഞ വചനം, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ അവർക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെയും അവൻ അതരത്തിൽ വെച്ചു കൊടുത്ത വചനങ്ങളും അവരിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും എടുത്തു മാറ്റില്ല. ഇത് ദൈവത്തിന്റെ ഉടമ്പടിയാണെന്നും ദൈവത്തിന്റെ പ്രഖ്യാപനമാണെന്നും ഈ കാലഘട്ടത്തില് അത് ആര് വിശ്വസിച്ചാലും അവന്റെ ജീവിതത്തില് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിന്നെ സഹനത്തിന് ഇത്രയും കാലം കുരിശുകളും വേദനകളൊക്കെ കിട്ടുമ്പോ പ്രാർത്ഥനകാരും വചനപ്രഘോഷകരും ഒക്കെ ആയി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാ, അതായത് അതൊക്കെ ദൈവം നന്മയ്ക്കായി മാറ്റും, എല്ലാ സഹനവും ദൈവം നന്മയ്ക്കായി മാറ്റും, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആര് വേദനിച്ചാലും അവരോടൊക്കെയും പറയും കർത്താവ് ഇത് നന്മയ്ക്കായി മാറ്റും. പക്ഷേ ആ സഹനത്തെ കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് ആ വചനം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇതാ നിവൃത്തിയാക്കുകയാണേ എന്ന് പറഞ്ഞ് സ്തുതിക്കണമെന്ന് പറഞ്ഞത് അതൊരു പുതിയ അറിവായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞു, പ്രാർത്ഥനയില്, പേഴ്സൺ പ്രയറില് ഇത്രയും കാലം അവിടുന്ന് വിശദീകരിക്കാൻ തിരുരക്തം തെളിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു എന്ന്. പ്രാർത്ഥനയിൽ നിന്ന് ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ അവിടുന്ന് പേഴ്സൺ പ്രയർ ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് വരുമായിരുന്നു. അത് എന്താണെന്ന് മനസ്സിലായിട്ടായില്ല. പ്രാർത്ഥനയുടെ രൂപവും പ്രാർത്ഥനയുടെ വാക്കുകളും മാറ്റേണ്ട കാലമായി, അതിൽ നിന്ന് വളരേണ്ട കാലമായി എന്ന് ഈ ദിവസങ്ങളിൽ ബ്രദറിന്റെ അകലത്തിലൂടെ കേൾക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വന്നെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വരുമ്പം വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. 9 ദിവസം ഉണ്ടെങ്കിൽ കർത്താവിന് എന്തോ പറയാനുണ്ട്. എനിക്ക് ഒട്ടും നിരാശയില്ല. ഞാൻ എന്തൊക്കെ മാറ്റി ഇവിടെ വന്നുവോ അതെല്ലാം ദൈവം പരിപൂർണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഈ കേരളത്തിലും ഈ ഭാരതത്തിലും ഇതുപോലെ ഈ ധ്യാനം അനേകരിലേക്ക് കടന്നു ചെല്ലണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമില്ലേ? ഉണ്ടായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ വഴക്കു പറയുന്നത് ചിന്തിക്കാം. നമുക്ക് കാര്യങ്ങളെ ഉയർത്താം. നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ നമ്മുടെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ മാമോദീസ വഴി അങ്ങടിച്ച നങ്കൂരം, വിശ്വാസത്തിന്റെ നങ്കൂരം കർത്താവേ അത് ജ്വലിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ കാറ്റ് ലോകത്തിന് മുഴുവൻ വീശുവാൻ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ നിന്റെ ജ്ഞാനത്തിന്റെയും നിന്റെ വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ നീതി ദൈവമേ ലോക ജനതയ്ക്ക് അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന്, ഇതെല്ലാം അറിയാനിടയാകട്ടെ എന്ന്, അനേകം ഭക്തർ ഇതിനെ ദാഹിക്കട്ടെ എന്ന്, അനേക ധ്യാനയാത്രകൾ ഈ ഒരു ധ്യാനം ഒരുക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ധ്യാനയാത്രകളിൽ ഈ ധ്യാനത്തിനായിട്ട് ഒരു കവാടം തുറക്കപ്പെടട്ടെ, ഒരു കവാടം നീ തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമയമെടുത്തതിൽ ക്ഷമിക്കണം. കർത്താവേ, നന്ദി. ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിച്ച് കർത്താവേ നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നമ്മളിന്ന് നീതീകരണത്തെ കുറിച്ചുള്ള സഭാപ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. അതിൽ നമുക്ക് കുറച്ച് മുന്നേറണം ഇനിയും. അതിലൂടെ നമുക്ക് കൂടുതൽ ഇതുവരെ കേട്ട കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ശക്തമായ പ്രബോധനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട്
നമുക്കത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഈശോ തന്നെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 16-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് അതിനെ വിശദീകരിക്കുകയാണ് ഈശോ. വീണ്ടും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട്, എന്താണ് പാപം, എന്താണ് നീതി, എന്താണ് ന്യായവിധി, അതുകൂടി ഒന്ന് വായിക്കാം. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി കരം ഉയർത്തിയായിട്ട് പറഞ്ഞ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇതെല്ലാം കൂടുതൽ വിശദമാക്കണമെങ്കിൽ 9 ദിവസം പോരാ. അതിൽ ഇത്രമാത്രം നമ്മൾക്കൊന്ന് എടുക്കാം. എന്താണ് പാപം? എവിടെ എന്താ യഥാർത്ഥത്തിൽ പാപം? വിശ്വാസത്തിലുള്ള കുറവാണ്. നമ്മൾ എല്ലാം വിശ്വാസികളാണെങ്കിലും ആ വിശ്വാസ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ആഴമായി പോകണം. ആ വിശ്വസിക്കായികയാണ്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലുള്ള കുറവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുറവ്. ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്, ഇല്ലേ? വിശുദ്ധ കൊച്ച്രേസിക്കും വിശുദ്ധ ഫസ്റ്റീനയോടും എല്ലാം ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിന്റെ പാപത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല, കാരണം ഞാൻ വന്നിരിക്കുന്നത് നിന്റെ പാപത്തെ ഏറ്റെടുക്കാനാണ്. അവരുടെ എല്ലാം ഡയറികളിൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ നീ എന്നിൽ ശരണം വെക്കാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. മനസ്സിലായോ? നീ എന്നിൽ ശരണം വെക്കാതിരിക്കാൻ, when you do not trust in me, അതായത് ദൈവത്തിൻ്റെ ഈ അപരിമേയമായ ശക്തിയിൽ ആശ്രയിക്കാതെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ദൈവത്തിന് വേദനയാണ് പറഞ്ഞത്. ഈ പോയിന്റ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പമല്ലേ? ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. ഞാൻ ജർമ്മൻകാരോട് പറയും, ജർമ്മൻകാർക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെക്കാൾ വലിയ കാര്യമാണ്. മനസ്സിലായോ? വർക്ക്. അതാ യുദ്ധകാലം കഴിഞ്ഞിട്ടുണ്ടായ ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രാജ്യത്തെ പടുത്തുയർത്താൻ വേണ്ടി സകലവരും അങ്ങ് കഠിനാധ്വാനം ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിക്കണേ? നിങ്ങൾ മാത്രം വർക്കേഴ്സ് ഉള്ളൂ എന്നാ വിചാരിച്ചേക്കണേ. ഈ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒക്കെ നിങ്ങളെക്കാൾ ശക്തരായ വർക്കേഴ്സാണ്. യേശുവിൻ്റെ വർക്ക് എന്താ? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വർക്ക് എന്താ? നമ്മൾ വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യും. അവരുടെ വർക്ക് അവർക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അറിയോ? നമ്മളാരും അവരെ പഠിപ്പിക്കില്ല. അപ്പൊ ആ രീതിയിൽ
നമ്മൾ വിശ്വാസത്തിൻ്റെ ഇപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല സ്ഥലത്ത് ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഈ യേശു വന്നിട്ടും അവനിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് അന്ധകാരം എന്നുള്ളത്. യേശുക്രിസ്തു വന്നിരിക്കുന്നത് ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. 3:16-17 ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം സ്നേഹിച്ചു? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു. എന്തിനാ? അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ രക്ഷ. അപ്പൊ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? വിശ്വസിക്കാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. തുടർന്ന് പറയുകയാണ്, ദൈവം തന്റെ ഏകപുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. ദൈവം ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. 17-ാമത്തെ വചനം, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതിന് തുടർന്നുള്ള 18-19 കൂടി ഒന്നും വായിക്കാം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. Praise the Lord. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അടുത്ത വചനം, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അപ്പൊ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ചട്ടങ്ങളിലും നിയമങ്ങളിലും മാത്രം വിശ്വസിച്ചാൽ പോരാ, അത് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്താ ആവശ്യം? യേശുക്രിസ്തുവിലൂടെ പ്രകാശിക്കപ്പെട്ട ആ വിശ്വാസത്തിൻ്റെ അടിത്തറ മുതൽ നമ്മൾ പണിതുയർത്തണം. ഇന്ന് ഏഷ്യായിൽ നമ്മൾ കേട്ടു. ഏഷ്യായിൽ എവിടെയായിരുന്ന 51 ആ പാറമേൽ വാർത്ത. ഏഷ്യ 51 ആദ്യത്തെ 2 വചനം വായിച്ച്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഏത് പാറയിൽ നിന്നാ നമ്മൾ വെട്ടിയെടുത്തത്? അബ്രാഹമാകുന്ന പാറയിൽ നിന്ന്. ഏത് ഗർഭത്തിൽ നിന്നാണ് നമ്മളെ ജനിപ്പിച്ചത്? സാറയുടെ ഉണങ്ങി വരേണ്ട ഗർഭത്തിൽ. എന്തോ ഒരു കണക്ഷനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ബൈബിള് മനസ്സിലാവോ? എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. വിശുദ്ധ കുർബാനയിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മളിൽ വസിക്കുന്ന ഈശോ നമ്മളെ കുറിച്ച് റെസ്പോൺസിബിളാണ്. നമ്മളെ ഒരു വിധിയിലും വീഴാൻ അവിടെ നിന്ന് അനുവദിക്കില്ല. നമ്മുടെ സകല പാപങ്ങളും അവിടെ നിന്ന് പരിഹാരം ചെയ്ത് കഴിച്ചിരിക്കും. പരിഹാരം ചെയ്യുക മാത്രമല്ല, നമ്മളെ നീതീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം, നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വെച്ച് നിങ്ങൾ തീർക്കുക. നിസ്സാരമായ സംശയങ്ങളായാലും എന്നോട് വന്ന് ചോദിക്കുക, പറയുക, കുറിച്ച്. ഇപ്പം ഞാൻ ആ തിരക്തം തെളിക്കണെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇച്ചിരി വിശദീകരണം ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ വേറൊരു വീക്ഷണത്തിലാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, യേശു നമ്മളിൽ വസിക്കുന്നു, ഇല്ലേ? യേശു നമ്മളിൽ വസിക്കുന്നു. നമ്മൾ വിശുദ്ധ കൂദാശയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ രക്തത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആന്തരികമായി അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. പക്ഷേ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചിരുന്നു, തിരുരക്തം നമ്മളുടെ മേൽ തെളിക്കണമേ, നമ്മുടെ മേൽ തെളിക്കണമേ. അതിൻ്റെ ഒരു തുടക്കം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ആട്ടും കുഞ്ഞുങ്ങളുടെ രക്തം അവർ സോപ്പ് കൊണ്ട് തെളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്ന് വിശുദ്ധീകരണം നടത്തിയിരുന്നത്. അവർ തിരുരക്തം അത് കുടിക്കുകയില്ലായിരുന്നല്ലോ, രക്തം തെളിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്നത്. ആ രക്തത്തെളിക്കലിലൂടെ അവർ വിശുദ്ധീകരണം പ്രാപിച്ചിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു. രക്തം ദൈവത്തിൻ്റെ ജീവനുമായിട്ട് ബന്ധമുണ്ട്. കുഞ്ഞാടാണെങ്കിലും രക്തം വാർന്നു കഴിഞ്ഞാൽ കുഞ്ഞാട് ചത്തു, ഇല്ലേ? അപ്പോൾ എന്തായിരുന്നു ആ കുഞ്ഞാടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ജീവൻ? ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയാണ് അവർ രക്തം തെളിക്കുമ്പോൾ ദൈവം തന്നെ അവിടെ ഇടപെട്ടു എന്ന് അവർ വിശ്വസിച്ച് ആണ് ആ വിശുദ്ധീകരണം നടത്തിയിരുന്നത്. പക്ഷെ ഇതെല്ലാം പഴയ നിയമത്തിലെ പ്രതീകാത്മകമായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിലും വിശുദ്ധീകരണത്തിലേക്ക് അവർ നടന്നുവെങ്കിലും അതിൻ്റെ എല്ലാം പൂർണ്ണമായ അവതരണം അല്ലെങ്കിൽ അനുഭവമാണ് പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും രക്തം തെളിക്കുന്നുണ്ടോ? യേശുവിൻ്റെ രക്തം നമ്മളുടെ മേൽ തെളിക്കുകയല്ലോ ചെയ്തത്. ഈശോ പറയാണ്, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? കുറച്ചുകൂടി. അപ്പോ നമ്മൾ പാനം ചെയ്യുന്നതും തെളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ പണ്ട് ആ ഇസോപ്പ് കൊണ്ട് അവർ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചിരുന്ന ആ ഒരു തെളിക്കൽ നമ്മൾ യേശുവിന്റെ രക്തം തെളിക്കാൻ പറ്റുമോ? തെളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല അങ്ങനെ അതിനേക്കാൾ എന്തോ ഒരു വലിയ. അപ്പൊ കുഞ്ഞാടിന്റെ രക്തം നമ്മൾ പാനം ചെയ്യുന്നു. ഇനി മറ്റൊന്ന്, നമ്മൾ യേശുവിൻ്റെ രക്തം നമ്മളെ രക്ഷിച്ചു, യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ആന്തരികമായ അർത്ഥം എന്താ? യേശു നമ്മളെ വിശുദ്ധീകരിച്ചു, യേശു നമ്മളെ വിശുദ്ധീകരിച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെല്ലാം അവൻ്റെ രക്തം നമ്മുടെ പാപത്തെ വിശുദ്ധീകരിക്കുന്നു പല പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആ പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച പോലെ നമ്മൾ ഇപ്പോൾ തെളിക്കേണ്ട ആവശ്യമില്ല. പലരും നമ്മൾ തന്നെ അങ്ങനെ പണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ നമ്മളുടെ ഉള്ളിൽ യേശുവിൻ്റെ രക്തമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ യേശു നമ്മളിൽ ജീവിക്കുന്നു, യേശു നമ്മളിൽ വസിക്കുന്നു, യേശു നമ്മളിൽ ലയിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം യേശുവിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്നതിൽ തെറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആ തെളിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിപ്പോൾ ഇനി നമ്മളങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി ഞാൻ ദൂഷ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ സമയത്തും പ്രാർത്ഥനകളിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വിശുദ്ധീകരണ പ്രാർത്ഥനയുടെ ഒരു അടുത്ത പടി പ്രാർത്ഥന ഞാനത് നാളെ വിശദമാക്കി പറയാം. കുറച്ചുകൂടി അടുത്ത ഒരു കൂടുതൽ വളർന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം തന്നെ അത് നമ്മൾ പറഞ്ഞ് തുടങ്ങിയേക്കാം. അതായത് നമ്മൾ ആ 12 പോയിന്റിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇനി കുറച്ച് സമയം ഈശോയുമായിട്ട് ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഇല്ലേ? അവസാനം അതാണ് ഇനി നമുക്ക് കൂടുതൽ വികസിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മൾ അവിടെ ഒരു രക്തം
ശരീരത്തെയോ രക്തത്തെയോ മാത്രമല്ല അവിടെ കാണുന്നത്, അവിടെ യേശു എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു പ്രണയമാണ് അവിടെ നമ്മൾ അനുഭവിക്കേണ്ടത്. ആ ഭാഗത്ത് ഇപ്പോഴെല്ലാം എൻ്റെ പ്രാർത്ഥനയിൽ അധികവും തുടക്കത്തിൽ തന്നെ ഈ പെട്ടെന്ന് ഈ വിശദീകരണം എല്ലാം കഴിഞ്ഞു, നമ്മൾ അകത്ത് കയറി കഥ കടച്ചു. അതായി പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് സംസാരിക്കുക, പങ്കുവയ്ക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പക്ഷെ അങ്ങനെ പിതാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നതെങ്കിലും നമ്മൾ ആദ്യം ഈശോയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. കാരണം ഈശോ തന്നെ പറഞ്ഞു, ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരികയില്ല. പക്ഷെ യേശുവിനെ, ഈശോയെ നമുക്ക് ദൃശ്യേന, ഈശോയുടെ മുഖമെല്ലാം ചിലപ്പോൾ കണ്ടെന്ന് വന്നാലും അതല്ല നമ്മൾ അവിടെ ലക്ഷ്യമാക്കുന്നത്. അദൃശ്യനായ ദൈവം നമ്മുടെ ആത്മാവിൽ റിയലായിട്ട് അവിടെ വസിക്കുകയാണ്. ആ ദൈവം ആത്മാവായിട്ടാണ് വസിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിറ്റേറ്റീവ് പ്രെയർ, ചിത്രങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ ഓർമ്മകളിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇപ്പൊ നമ്മൾ ആ ഓരോ രഹസ്യത്തെയും മനനം ചെയ്ത് ആ സംഭവത്തെ ഓർക്കുന്നു. അത് മെഡിറ്റേറ്റീവ് പ്രെയറാണ്. അത് അതിൻ്റെതായിട്ടുള്ള ഗുണം അതിനുണ്ട്. കുരിശിൻ്റെ വഴി നമ്മൾ ഇന്നലെ 1 മണിക്കൂർ ധ്യാനിച്ചിട്ടുണ്ടാവില്ലേ? ആ സംഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു. എന്നാൽ ഇവിടെ ധ്യാന പ്രാർത്ഥനയല്ല, ഇവിടെ ഒരു ലയന പ്രാർത്ഥനയാണ്. യേശു എന്ന വ്യക്തി, പിതാവ് എന്ന വ്യക്തി നമ്മളുമായിട്ടങ്ങ് ലയിച്ച് ചേരുന്നു. അതിനെ വാസ്തവത്തിൽ കോൺടെംപ്ലേറ്റീവ് പ്രെയർ എന്ന് പറയും. അതും കാറ്റഗിസത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലയിക്കുമ്പോഴാണ് ആ വ്യക്തിബന്ധത്തിൽ ഒരു ഇൻറ്റിമസിയിലേക്ക് നമ്മൾ വരുന്നത്. സ്നേഹത്തിൻ്റെ, അതാണ് മണവാളൻ മണവാട്ടി എന്ന് ഞാൻ പറഞ്ഞതും. അങ്ങനെ ആ ലയനത്തിലേക്ക് വന്ന് കുറേ നേരം അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ, പിന്നെ ഈശോയുമായിട്ട് അങ്ങ് ലയിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മളെ പിതാവിൻ്റെ അടുത്തേക്കും പരിശുദ്ധാത്മാവിലേക്കും എല്ലാം നയിക്കും. അങ്ങനെ ത്രിത്വത്തിൻ്റെ മുഴുവൻ സത്തയും നമ്മുടെ ആത്മാവിലേക്ക് അങ്ങനെ ഒഴുക്കിക്കൊണ്ട്, അതാണ് ഈശോ പറഞ്ഞത്, നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പിതാവിനറിയാം നിനക്ക് എന്താണ് വേണ്ടത്. കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിന് നിരൂപിക്കുക പോലും ചെയ്യാത്ത വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴുകാൻ, ആ ഒഴുക്കിൽ നമ്മളങ്ങ് ലയിച്ചിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ വലിയ വലിയ രഹസ്യങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാവുക. അപ്പോൾ സംസാരം ഉണ്ടാവും, പല കാര്യങ്ങളും നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ചിലപ്പോൾ